ചേട്ടാ ഇന്ന് ഉച്ച ഞാൻ ഒന്ന് പൊക്കോട്ടെ, ഒരു കല്യാണം ഉണ്ട്, അവളെ കൊണ്ട് പോകാനാ. ഇല്ല എനിക്ക് സ്വസ്ഥത തരത്തില്ല. നമ്മുടെയൊക്കെ ജോലി നിനക്കറിയാമല്ലോ, സമയത്തിന് പണി തീർത്ത് കൊടുത്തില്ലേ കാശ് കിട്ടത്തില്ല, വല്ലവനും തെറിയും കേൾക്കേണ്ടി വരും. അവിടെ ഞാനും നീയൊക്കെ ബാധ്യതയുള്ളവനാ. ഒരു EMI മുടങ്ങി കഴിഞ്ഞാൽ അവന്മാർ നമ്മുടെ തലയിൽ കയറും. വീട്ടിൽ ഇരിക്കുന്ന പെണ്ണുങ്ങൾ ഇതൊന്നും അറിയുന്നില്ല. പണി കളഞ്ഞ് പോകാൻ നോക്കണ്ട, നാളെ അവളോട് വല്ല ഓട്ടം വിളിച്ച് പോകാൻ നോക്ക്. എല്ലാ വീട്ടിലും ഇതൊക്കെ തന്നെ ഉള്ളതാ. ഈ പെണ്ണുങ്ങൾ ഒരു സമാധാനം തരുന്ന സാധനമൊന്നുമല്ല. ആദ്യം പണി നടക്കട്ടെ. ഹലോ. എടാ വിവനെ, എടാ ഇന്ന് എനിക്ക് ഉച്ച കഴിഞ്ഞ് ഇറക്കാൻ നടക്കത്തില്ലടാ. മുതലാളി ഭയങ്കര കലിപ്പില്ല, ലീവ് തരത്തില്ല. എടാ നീ അത്യാവശ്യമായിട്ട് ഒരു ഉപകാരം ചെയ്യണം. അവളെ കൊണ്ട് ആ കല്യാണ വീട് വരെ ഒന്ന് പോകണം. ഞാൻ കൊണ്ടുവിട്ടേക്കാം. കല്യാണ വീട്ടിലല്ലേ? ഓക്കെടാ, നീ പേടിക്കണ്ട. ഓക്കെ ഓക്കേടാ, ഓക്കെ. നിന്റെ കെട്ടി എന്നെ എടുത്തനാ. എവിടെ പോണെന്ന് നിന്നെ എന്റെ കൂടെ പറഞ്ഞു വിടുന്നത്. അവൻ ആ ദിലീപേട്ടനോ വെച്ച ഒരു അവധിയൊക്കെ കിട്ടത്തില്ല. അവൻ എന്നാലും എടുക്കത്തില്ല. പൈസ 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 ഒടുക്കത്തെ ആക്രാന്തവൻ. ഞാനോട് എപ്പോഴും പറഞ്ഞു നിന്നെ കൊണ്ട് ഒരു ട്രിപ്പൊക്കെ പോകാൻ വേണ്ടി. അവന് കാശ് മതി. അതല്ലേലും എനിക്കും തോന്നുന്നുണ്ട്. ഇപ്പൊ നാട്ടുകാരനാ പറയുന്നത് നിന്നെ കൊണ്ട് നടക്കുന്നില്ല. ഞാൻ നിന്റെ കെട്ടിയവനാന്നാ പറയുന്നത്. എന്നാ വാ, കൊണ്ടുവിടാം വാ. ഞാനാണല്ലേ നിന്നെ പൊന്നു നോക്കിയാണ്. അമ്മേ, എഴീ. അല്ല അമ്മ എന്നെ കൂടെ ഇരിക്കുന്നേ. ഇന്നാ ആ വീടിന്റെ പണി മുഴുവൻ കഴിഞ്ഞു. അമ്മയ്ക്കൊരു സാരിയും അവൾക്കൊരു ചുരിദാറും മേടിച്ചിട്ടുണ്ട്. അവളെന്തി അമ്മേ? അമ്മ എന്നാ അമ്മ കരയുന്നേ? എന്നാ പറ്റി? അവളെന്തി? എന്റെ കാര്യം നോക്കാൻ നിങ്ങൾക്ക് സമയമില്ലല്ലോ. എന്താവശ്യമുണ്ടെങ്കിലും നിങ്ങളുടെ കൂട്ടുകാരന്റെ കൂടെയല്ലേ എന്നെ പറഞ്ഞു വിടുന്നത്. അതുകൊണ്ട് ഞാൻ അയാളുടെ കൂടെ പോകുക. എനിക്ക് നിങ്ങളുടെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ല. വെറുതെ കേസ് കൊടുക്കാനൊന്നും നിൽക്കണ്ട. നിങ്ങൾ നാറി പോകത്തുള്ളൂ. ബൈ, ഗുഡ് ബൈ. ഹൃദയം